ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് ഡെയിലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന യൂസ്ഡ് കാർ മഹീന്ദ്രയുടെ XUV ആണ്. ഈ XUVയുടെ 2016 മോഡൽ W6-ൻ്റെ ഓട്ടോമാറ്റിക് വാഹനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് യൂസ്ഡ് കാറാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. അതിനു മുമ്പായിട്ട് XUV മഹീന്ദ്രയെ പറ്റി ഒരു 2 വാക്ക്. 2011 XUV മഹീന്ദ്ര ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അതിനുശേഷം 2015 ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. അതിനുശേഷം 2018 ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. അങ്ങനെ 2 ഫേസ് ലിഫ്റ്റുകൾക്ക് ശേഷം 2021 ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വരും എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ 2015 ശേഷം ആണെന്ന് തോന്നുന്നു മഹീന്ദ്ര ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന വാഹനങ്ങളിലൊന്നുകൂടിയാണ് മഹീന്ദ്ര XUV 500. ഏകദേശം 23 രാജ്യങ്ങളിലോളം മഹീന്ദ്ര XUV അവർ കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഈ വാഹനമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലെ വിഷയം. അപ്പോൾ ഈ വാഹനത്തിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളും ഇൻറ്റീരിയർ വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയേണ്ടത്. ആദ്യം ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കാം. ഫ്രണ്ടിൽ നോക്കുമ്പോൾ വലിയ ആക്സിഡൻസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ ക്രോമിയത്തിൻ്റെ കുറച്ച് പോർഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ ഒന്നും ഫ്രണ്ടിൽ സ്ക്രാച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ, ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം കണ്ണിലുടക്കുന്നത് അലോയ് വീൽസ് തന്നെയാണ്. ഈ മോഡലിന് അലോയ് വീൽസ് വരുന്ന മോഡലല്ല, പക്ഷേ ഇവർ അഡീഷണൽ ഫീച്ചറായിട്ട് ഇവിടെ അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള അലോയ് വീൽസാണ്. അതേപോലെ തന്നെ ഈ 2016 മുതൽ ഇത്രയും നാൾ അവർ വൃത്തിയായിട്ട് തന്നെ പരിപാലിച്ചു പോകുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഈ ഡോർസും മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും സ്ക്രാച്ചസോ ഡെൻറ്റുകളോ മറ്റു കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിലെ ഡോറുകളിലേക്ക് നോക്കാം. അപ്പോൾ ഈ ഡോറ് റീപ്ലേസ്മെൻ്റ് ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഡോറ് റീപ്ലേസ്ഡ് അല്ല, ഗ്ലാസും കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഡോറിൻ്റെ ഈ ഒരു പോർഷനിൽ ചെറിയൊരു ഡെൻ്റ് ഉണ്ട്, വലിയ ഡെൻ്റ് ഇല്ല. ഒന്ന് അടുത്ത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ചെറിയൊരു ഡെൻ്റ് ഉണ്ട്, വലിയ ഡെൻ്റ് അല്ല. അത് കല്ലടിച്ചതാകാനാണ് സാധ്യത. അപ്പോൾ ഈ ഡോറും റീപ്ലേസ്ഡ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മൾ ഫ്രണ്ട് മുതൽ ഈ സൈഡ് പ്രൊഫൈലിൻ്റെ ഇത്രയും പോർഷൻ കണ്ടുവരുന്ന ഭാഗങ്ങളുടെ ഇടയിൽ എങ്ങും ആക്സിഡൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് പുറകുവശത്തേക്ക് പോകാം. പുറകുവശത്തേക്ക് വന്ന് നമുക്ക് വുഡും തുറന്ന് നോക്കാം. യെസ്, വുഡും റീപ്ലേസ്ഡ് അല്ല. ഓക്കെ, ഇവിടെ ആക്സിഡൻറ്റ് വർക്കുകളോ മറ്റൊന്നും നടന്നതായിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ വശത്തേക്ക് വരാം. ഈ വശത്ത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ വശത്തും ആക്സിഡൻസോ മറ്റു കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ ഓവറോൾ എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇൻറ്റീരിയർ ആണ് നോക്കേണ്ടത്. അപ്പോൾ എക്സ്റ്റീരിയർ ഓവറോൾ ഈ വണ്ടിയുടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയർ ആണ് നമുക്ക് കൂടുതൽ നോക്കി അടുത്തറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കയറി എന്തൊക്കെയാണ് ഇൻറ്റീരിയർ, എങ്ങനെയൊക്കെയാണ് ഈ വാഹനം ഉപയോഗിച്ചത്. ഞാൻ എല്ലാ XUVയും പറയുന്നില്ല, ഈ XUV എങ്ങനെയാണ് ഇവർ ഉപയോഗിച്ചത് എന്നുള്ള കാര്യം നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ XUVയുടെ ഇൻറ്റീരിയറിലാണുള്ളത്. അപ്പോൾ ഇൻറ്റീരിയർ ഈ വാഹനം എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചേക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. ആദ്യം തന്നെ ഈ വാഹനം എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. യൂസ്ഡ് കാർ ആയതുകൊണ്ട് തന്നെ 60,490 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇനി അടുത്ത മെയിൻ ഘടകം ഈ വണ്ടി ഓട്ടോമാറ്റിക് ആണ് എന്നുള്ളതാണ്. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, 2016 മുതൽ ഒരാൾ ഉപയോഗിച്ച സെക്കൻഡ് ഹാൻഡ് ആയ ഒരു വാഹനമാണ് ഇതൊന്നും ഒറ്റയടിക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കയറികൾ പറയില്ല. പുതിയ വണ്ടി വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണോ കിട്ടുന്നത് അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഈ വാഹനം യൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം, ഈ XUVയും മറ്റു വാഹനങ്ങളും ഞാൻ കണ്ടിരിക്കുന്നത് യൂസ്ഡ് കാറിൻ്റെ കാണുമ്പോഴൊക്കെ ഈ സിൽവർ കളറിലുള്ള ഈ പറഞ്ഞ കോട്ടിങ്സും കാര്യങ്ങളൊക്കെ ഇളകിയിരിക്കുന്ന കാണാറുണ്ട്. കാരണം യൂസ്ഡ് കാർ ആയതുകൊണ്ട് തന്നെ അത്രയും ഉപയോഗം ഉണ്ടായതുകൊണ്ട് തന്നെ അതിന് അങ്ങനെയുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ. നോർമൽ തന്നെ ഹാൻഡ് ബ്രേക്ക്, ഈ പറഞ്ഞ പോർഷൻസ്, ഗിയർ നോബ്, ഈ പറഞ്ഞ ഇടത്തെല്ലാം ഈ പറഞ്ഞ യൂസ്ഡ് വർക്കിൽ ഒരു 50,000 രൂപ കഴിഞ്ഞ വാഹനങ്ങൾ ചിലർ ഉപയോഗിക്കുന്നത് കൊണ്ടാവാം അതിനങ്ങനെ. പക്ഷേ ഈ വാഹനം ഉപയോഗിച്ചേക്കുന്ന വ്യക്തി എന്തായാലും വളരെ വൃത്തിയായിട്ട് തന്നെയാണ് വാഹനം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധ കംപ്ലയിൻസുകൾ ഒറ്റ നോട്ടത്തിൽ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ കണ്ണിന് അരോചകത്വം തോന്നുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക പോരായ്മകളും ഉൾവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഉൾഭാഗം. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഇൻറ്റീരിയർ അകത്തേക്കാണ്. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ കാണാൻ പറ്റും. നല്ല രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സീറ്റ് കവറിലൊന്നും
ഒരു കംപ്ലൈൻറ്റുകളില്ല, ഈ പറഞ്ഞാണ് കഴുക്കും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നല്ല രീതി. അതേപോലെ തന്നെ ഫ്ലോർ മാറ്റ് ചെയ്യുന്നുണ്ട്, ഫുൾ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പ്രീമിയം മാറ്റ്സ് ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്, ഈ വാഹനം ഇപ്പോൾ വിൽക്കാനിട്ടേക്കുന്നിടത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 10.75 lakhs ആണ് അവർ ചോദിക്കുന്ന വില. ഈ വില കൂടുതലാണോ കുറവാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വിൽക്കുമ്പോൾ മാർക്കറ്റ് വില എന്നുള്ളത് ഒരു കാര്യം ഉണ്ടാവും. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഓരോരുത്തർക്കും ഇപ്പം എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, ഞാൻ ഈ സാധനം വിൽക്കുന്നത് ഇത്ര രൂപയ്ക്കാണെന്ന് എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചാൽ അതിന് തന്നെ എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ആരും അത് വിൽക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഉപയോഗിക്കുന്നയാൾ വിൽക്കുന്നത് 10,75,000 രൂപയ്ക്കാണ്. ഇതിനെല്ലാം തെറി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതെല്ലാം മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞ് കമൻ്റ് ഇടാനും വരണ്ട, ഇട്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ വാഹനം വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് ആരെയാണോ വിളിക്കേണ്ടത്, അല്ലെ ആരെയാണോ സമീപിക്കേണ്ടത് എന്നുള്ള കാര്യം തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ പോയി വിളിക്കുക. ആ നമ്പറിൽ വിളിച്ചാൽ ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി സ്ഥിരം പറയുന്ന കാര്യം, നമ്മളുടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നി നിങ്ങളെ കുറച്ച് നേരമെങ്കിലും ഈ വീഡിയോയുടെ മുന്നിൽ പിടിച്ചിരുത്താൻ പറ്റി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് എത്താനും പറ്റും. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.